നമസ്കാരം. തെലങ്കാന മുഖ്യമന്ത്രി രേവന്ത് റെഡ്ഡിയുടെ മോഹൻലാലിന്റെ നരസിംഹം മോഡൽ നീ പോ വിജയ എന്ന പരിഹാസത്തിന് സുരേഷ് ഗോപി സ്റ്റൈൽ മറുപടിയുമായി മുഖ്യമന്ത്രി പിണറായി വിജയൻ. രേവന്ത് റെഡ്ഡി കേരളത്തിൽ പറഞ്ഞ കാര്യങ്ങൾക്ക് താനിപ്പോൾ മറുപടി പറയാനില്ലെന്നും ഡാഷ് മോനെ രേവന്തേ നിനക്കുള്ള മറുപടി തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ വരുന്നുണ്ടെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു. കണ്ണൂർ പ്രസ് ക്ലബ്ബ് നടത്തിയ ജനവിധി 2026 മീറ്റ് ദ ലീഡർ പരിപാടിയിൽ പങ്കെടുത്ത് നോർത്ത് മലബാർ ചേംബർ ഓഫ് കൊമേഴ്സ് ഹാളിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. മുഖ്യമന്ത്രി പിണറായി വിജയനെ കുറിച്ച് തെലങ്കാന മുഖ്യമന്ത്രി രേവന്ത് റെഡ്ഡി നടത്തിയ പരാമർശം മാധ്യമപ്രവർത്തകർ ശ്രദ്ധയിൽപ്പെടുത്തിയപ്പോഴാണ് മുഖ്യമന്ത്രിയുടെ അതിരൂക്ഷമായ പ്രതികരണം. സഭ്യതരമല്ലാതെ ഡാഷ് മോനെ രേവന്തേ നിനക്കുള്ള മറുപടി തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ വരുമെന്നായിരുന്നു മുഖ്യമന്ത്രിയുടെ പ്രതികരണം. കേരളത്തിലെ വികസന നേട്ടങ്ങളെ ചൊല്ലി മുഖ്യമന്ത്രി പിണറായി വിജയനും തെലങ്കാന മുഖ്യമന്ത്രി രേവന്ത് റെഡ്ഡിയും തമ്മിൽ വാക്പോര് മുറുകുന്ന സാഹചര്യത്തിലാണ് ഏറ്റവും ഒടുവിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ പൊട്ടിത്തെറിച്ചത്. തനിക്കെതിരെ നടത്തിയ വിമർശനങ്ങൾക്ക് മറുപടിയായി തെലങ്കാന മുഖ്യമന്ത്രി രേവന്ത് റെഡ്ഡി തിങ്കളാഴ്ച പിണറായി വിജയന് കത്തയച്ചിരുന്നു. ഏപ്രിൽ 3 എക്സ് സന്ദേശത്തിലൂടെ പിണറായി നടത്തിയ ആരോപണങ്ങൾക്ക് എണ്ണി മറുപടി നൽകിയായിരുന്നു കത്ത്. ആരോപണങ്ങൾ തികച്ചും കഴമ്പില്ലാത്തതാണെന്നും തെറ്റായ വിവരങ്ങളാണെന്നും റെഡ്ഡി കുറ്റപ്പെടുത്തി. നരസിംഹ സിനിമയിലെ നീ പോ മോനെ ദിനേശ എന്ന മോഹൻലാൽ ഡയലോഗ് അനുഗമിച്ച് നീ പോ മോനെ വിജയ എന്ന പരാമർശത്തോടെയാണ് രേവന്ത് കത്ത് അവസാനിപ്പിച്ചത്. ഇതിനെതിരെയാണ് ഡാഷ് മോനെ രേവന്തേ നിനക്കുള്ള മറുപടി പിന്നെ വരുന്നുണ്ടെന്ന് മുഖ്യമന്ത്രി പ്രതികരിച്ചത്. ഒരു മുഖ്യമന്ത്രിയുടെ അയൽ സംസ്ഥാനത്തെ മറ്റൊരു മുഖ്യമന്ത്രി കാണിക്കുന്ന മര്യാദ രേവന്ത് കാണിച്ചില്ലെന്നും പിണറായി വിജയൻ പറയുന്നു. അതിനൊക്കെ ചേർന്ന രീതിയിലാണോ അദ്ദേഹത്തിന്റെ ഈ ഇടപെടൽ വന്നിട്ടുള്ളത് അദ്ദേഹം തന്നെ സ്വയം ചിന്തിക്കണം. ഏതായാലും അദ്ദേഹം പരസ്യമായിട്ട് സാഹചര്യത്തിൽ ഞാൻ പരസ്യമായിട്ട് തന്നെ മറുപടി പറയാൻ പോകുന്നത് ആ മറുപടി കൊടുത്തിട്ട് ഇപ്പം ഞാനൊരു വിശദമായിട്ട് പറയുന്നത് അത് പറഞ്ഞാൽ കുറെ വിശദമായിട്ട് ഓണങ്ങളുണ്ട് അതിലേക്ക് ഞാൻ നടക്കുന്നില്ല. അതുകൊണ്ട് രേവന്ത് റെഡ്ഡിയോട് ഡാഷ് മോനെ രേവന്ത മറുപടി വരുന്നുണ്ട് എന്ന് മാത്രമേ ഇപ്പൊ പറയാൻ. അതേസമയം കേരള രാഷ്ട്രീയത്തെ പിടിച്ചുലച്ച മാത്യു കുഴൽനാടന്റെ പ്രളയ അഴിമതി ആരോപണത്തിൽ നിന്നും പൊതുശ്രദ്ധ തിരിച്ചുവിടാൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ പയറ്റിയത് അതിശക്തമായ രാഷ്ട്രീയ തന്ത്രമെന്നാണ് വിലയിരുത്തൽ. 2018 പ്രളയം മനുഷ്യനിർമ്മിതമാണെന്ന് സ്ഥാപിക്കുന്ന മന്ത്രി കെ കൃഷ്ണൻകുട്ടിയുടെ ശബ്ദരേഖ പുറത്തുവന്നതോടെ പ്രതിരോധത്തിലായ ഇടതുമുന്നണിക്ക് രക്ഷാകവചമാകാനാണ് തെലങ്കാന മുഖ്യമന്ത്രി രേവന്ത് റെഡ്ഡിക്കെതിരെയുള്ള ഡാഷ് മോൻ പ്രയോഗത്തിലൂടെ മുഖ്യമന്ത്രി ശ്രമിച്ചതെന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ ചൂണ്ടിക്കാട്ടുന്നത്. ദിവസങ്ങൾക്ക് മുൻപ് രേവന്ത് റെഡ്ഡി കേരളത്തിൽ പ്രചരണത്തിനെത്തിയിരുന്നു. തിരുവനന്തപുരത്തെ റോഡ് ഷോയിൽ നീ പോ മോനെ പിണറായി എന്ന സിനിമാ സ്റ്റൈലിൽ അദ്ദേഹം വെല്ലുവിളിക്കുകയും ചെയ്തിരുന്നു. എന്നാൽ അതിനുശേഷമുള്ള ദിവസങ്ങളിൽ പത്രസമ്മേളനം നടത്തിയിട്ടും മുഖ്യമന്ത്രി വിഷയത്തിൽ മൗനം പാലിച്ചു. രേവന്തിന്റെ പരാമർശം നടന്ന ദിവസങ്ങൾ കഴിഞ്ഞിട്ടും അതിനോട് പ്രതികരിക്കാതിരുന്ന മുഖ്യമന്ത്രി കുഴൽനാടന്റെ ശബ്ദരേഖ പുറത്തുവന്നതിന് തൊട്ടുപിന്നാലെ അധിക്ഷേപകരമായ മറുപടിയുമായി രംഗത്തെത്തിയത് ആസൂത്രിതമാണെന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ ചൂണ്ടിക്കാണിക്കുന്നത്.